हालेलुया। प्रभु का दास के लिए हम प्रार्थना करते हैं। हालेलुया। आज जो वचन बोलने वाला जो प्रभु का दास है, जो मेरा गांव का जो कलसिया का पासवान है, हालेलुया, प्रभु का दास, हम आपको स्वागत करते हैं हमारी इस मीटिंग में। हालेलुया। हम लोग सब हाथ उठाकर आपको स्वागत करते हैं। हालेलुया। आपको वंदन देते हैं। आगे 45-50 मिनट आपको വചനം बोलने का समय അടുത്ത 40-50 മിനിറ്റുകൾ കർത്താവിന്റെ വചനം പറയുവാൻ അവിടത്തേക്കുള്ള സമയമാണ്. കർത്താവിന്റെ അരുളപ്പാട് എന്തായിരുന്നാലും ഞങ്ങളുടെ മധ്യത്തിൽ പ്രസ്താവിക്കാനുള്ള സമയമുണ്ട്. ഹല്ലേലൂയ. അനേകർ ജൂം കോൺഫറൻസ് കോളില് അനേകർ ഇത് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജൂം മീറ്റിംഗിൽ അല്ലാതെ അനേകർ. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. അടുത്തുള്ള സമയം കർത്താവിന്റെ ദാസനെ നൽകുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. सबको प्रभु यीशु मसीह पर धन्यवाद करते हैं. നിങ്ങളെല്ലാം ഒരുമിച്ച് കാണുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. आप सबको एक साथ देखने का जो प्रभु ने मुझे मौका दिया, मैं परमेश्वर को धन्यवाद करता हूं. വിശേഷിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ പാർക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ ഒരുമിച്ച് പാർക്കുകയും ഒരേ സഭയിൽ ആരാധിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ഭൃത്യൻ പാസ്റ്റർ ജോസിനോടും അദ്ദേഹത്തിന്റെ പാസ്റ്ററോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കൂടെ ഒരുമിച്ചായിരിക്കുന്നതിൽ ഇന്ന് രാത്രി വളരെ വളരെ സന്തോഷം അറിയിക്കുന്നു. हालेलुया. जैसे प्रभु का दास ने बोला, हालेलुया, मेरे उसी गांव में रहकर हमारे एक साथ कलीसिया में हालेलुया आराधना करते, हालेलुया हालेलुया, उन्हीं के साथ उनके परिवार के साथ होने के लिए प्रभु ने मुझे दिया हुआ असुलभ मौका के लिए मैं प्रभु को धन्यवाद करता हूं. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം രോഗത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ ദൈവം നമുക്ക് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്രാമങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവചനം കേൾക്കാൻ ദൈവം ഒരുക്കിയ ഈ നല്ല മുഖാന്തരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर की अधिक महिमा मिलने पाए, क्योंकि इतना बड़ा लॉकडाउन और समय पर परमेश्वर का वचन हम कलीसिया में आकर नहीं सुन पाता, लेकिन इस तरीके का मीडिया को परमेश्वर ने हमारे जीवन में दिया. गांवों में बैठकर प्रभु की वचन सुनने के लिए अवसर मिला. मैं परमेश्वर को धन्यवाद करता हूं. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചത്. आज से 2000 साल पहले प्रभु यीशु मसीह ये धरती पर स्वर्गीय महिमा को छोड़कर उतर आया. ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടിട്ടുണ്ട്. उसके बारे में प्रभु का दास के द्वारा आप लोगों ने सुना है. ഇവിടെ കേൾക്കുന്നവരിൽ ചിലര് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാരാണ്. അവർക്കും ആ വിഷയം നന്നായിട്ട് അറിയാം എന്ന് എനിക്ക് മനസ്സിലാകുന്നു. यहाँ मेरे द्वारा जो वचन सुनने वाला उसमें से कुछ लोग प्रभु की सेवा करने वाला है, वो लोग भी इस विषय को अच्छे गहराई से जानते हैं. യേശു ഭൂമിയിൽ ജീവിച്ച 33.5 വർഷങ്ങളിൽ 30 വർഷം യേശു ശാന്തനായി ജീവിച്ചു. 3.5 വർഷം യേശു ശുശ്രൂഷ ചെയ്തു. यीशु इस धरती पर 33.5 साल जीवित रहा. उसमें से 30 साल अपना माता पिता के साथ बिल्कुल चुपचाप जीवित बिताया. ഒടുവിലത്തെ 3.5 വർഷക്കാലം താൻ വലിയ ശുശ്രൂഷ ലോകത്ത് ചെയ്യുവാനിടയായി തീർന്നു. आखिरी 3.5 साल उन्होंने परमेश्वर की बहुत बड़ा सेवकाई ये धरती पर किया. ഈ ലോകത്തിൽ അനേക രക്ഷകന്മാർ അല്ലെങ്കിൽ അനേക പ്രവർത്തകർ, അനേക നേതൃത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായിട്ട് ദൈവം മനുഷ്യനെ അന്വേഷിച്ച് വന്ന ഒരു ചരിത്രം, ദൈവം മനുഷ്യനെ അന്വേഷിച്ച് മനുഷ്യനായി തീർന്ന ഒരു ചരിത്രം നമുക്ക് നൽകുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ये धरती पर हम जिस जगह में रहते भारत में बहुतेरे गुरु और मनुष्य बनाया हुआ हरेक ईश्वरों को मिल सकता है, लेकिन हालेलुया जो बाइबल के अंदर के इतिहास के अनुसार जो परमेश्वर मनुष्य बनकर आकर मनुष्यों के लिए आया हुआ जो एक इतिहास हालेलुया बिल्कुल अलग ही है. യേശു ഭൂമിയിൽ വന്ന് മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുവാൻ, മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുവാൻ, ഭവനത്തിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളോടൊപ്പം സമയം ചെലവഴിപ്പാൻ, അവരുടെ ആവശ്യങ്ങളിൽ അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിച്ചു. यीशु मसीह स्वर्गीय महिमा को छोड़कर ये धरती पर आकर अपना जन्म दिया हुआ माँ और उनका और बाकी लोगों के साथ बने रहने से भी उन्होंने पापों से पड़े हुए मनुष्यों को छुटकारा देने के लिए और लोगों को बीमारियों से अलग अलग बातों से उनको छुटकारा देने के लिए यीशु मसीह बहुतेरे हालेलुया समय बिताया. ആ സമയങ്ങളിലെല്ലാം തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മയും അനുഗ്രഹവും വിടുതലും ഇവിടെ പറഞ്ഞതുപോലെ ദൈവം കൈമാറുവാനിടയായി.
उस समय पूरा यीशु मसीह लोगों को छुटकारा दिया, चंगाई दिया, लोगों को दुख को अपनी ओर लेकर उनको आश्वासन दिया। ആരൊക്കെ ആവശ്യത്തോടെ രോഗസൗഖ്യത്തിനായിട്ടോ ഭൂതശാന്തിക്കായിട്ടോ ഭക്ഷണത്തിനായിട്ടോ ജീവിതത്തിന്റെ അടുത്ത മേഖല എന്താണെന്ന് മനസ്സിലാക്കുവാനോ കടന്നു വന്നിട്ടുണ്ടോ, അവർ ഒരാൾ പോലും നിരാശരായി പോയിട്ടില്ല. यीशु मसीह के पास जो जीवन की जरूरत के मुताबिक, जैसे आहार, जैसे बीमारियां, जैसे जीवन में परेशानियां, जैसे जीवन में आगे बढ़ना है, उस तरीके का कोई भी बात को लेकर, अपनी जीवन की आगे की कोई भी बात को लेकर जो लोग आया है वो कभी भी निराशा में वापस जाने की जरूरत नहीं पड़ा। അത് മാത്രമല്ല, അവരുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം, ഒരു ലക്ഷ്യം, ഒരു പുതിയ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് അവരുടെ മനസ്സും അവരുടെ ജീവിത രീതികളും മാറുവാനിടയായി. जो लोग यीशु मसीह के पास आया, जब यीशु मसीह जीवित था, जो लोग उनके पास आए, उनकी हर एक लोगों का जो जीवन में एक बहुत बड़ा बदलावट, मतलब यीशु मसीह उनके लिए एक मूड बन गया। जिस रास्ते से गुजर के आ रहा था, वहां से एक अलग रास्ते पर प्रभु ने उनको, एक स्वर्गीय रास्ते पर प्रभु ने उनको अगुवाई किया। നിങ്ങൾ പലർക്കും അതുപോലെയുള്ള അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറയുവാനുണ്ടെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാകും. आज जो मेरे साथ जो वचन सुनने वाला बहुत सारे लोग इस तरीके का गवाही बोलने के लिए है करके मैं अच्छी तरह से जानता हूं. ഇന്ന് രാത്രികാലം അങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹവും വിടുതലും പ്രാപിച്ചു എന്ന് ബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. आज रात को ऐसा आप गवाही दे सकता है, हाँ प्रभु ने मेरे जीवन में बहुत बड़ा चमत्कार किया, इसलिए मैं आज प्रभु के चरणों में हूं. आप अपने हाथ उठाकर एक बार प्रभु को धन्यवाद कीजिए. ഓരോ പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. आप एक एक बार प्रभु को धन्यवाद करते वक्त आपकी जीवन आशीष पा रहा है. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ ഒരു എക്സർസൈസ്, ഒരു വ്യായാമമായി ദൈവവചനം പറയുന്നതും ദൈവത്തെ പാടി സ്തുതിക്കുന്നതും ദൈവത്തിന് മഹത്വം കരയറ്റുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും തുടരുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. मैं आपसे ये आलोचना देता हूं, जो आत्मिक जीवन में हमेशा परमेश्वर की स्तुति और आराधना करते रहे, ये आपके जीवन में वो आत्मिक उन्नति का कारण बनता है. നമ്മുടെ സാഹചര്യങ്ങളിലുള്ള പ്രതികൂലങ്ങൾ നാം അറിയാതെ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് ഒഴിഞ്ഞു മാറിപ്പോകാനിടയായി. हमारे जीवन की जो बोझ है, जो जीवन की मुसीबतें हैं, जब हम परमेश्वर को स्तुति और आराधना करते वक्त वो आपको बिना जानकारी से वो हट जाता है. ഞാൻ പറഞ്ഞ വാക്കുകളിലേക്ക് മടങ്ങി വരികയാണ്. യേശുവിന്റെ അടുക്കൽ ആവശ്യബോധത്തോടെ, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, യേശുവിന്റെ അടുക്കൽ മനസ്സോടെ, ആവശ്യത്തോടെ, ഒരു മാറ്റം എനിക്ക് ആവശ്യമുണ്ട് എന്ന താല്പര്യത്തോടെ ആര് വന്നിട്ടുണ്ടോ അവരെല്ലാം മാറ്റത്തിന് വിധേയരായിട്ടുണ്ട്, സൗഖ്യത്തിന് വിധേയരായിട്ടുണ്ട്, അത്ഭുതത്തിന് വിധേയരായിട്ടുണ്ട്. मैं जैसे पहले बोला, मैं एक बार और बोलना चाहता हूं, जो व्यक्ति अपनी जीवन की जरूरत के मुताबिक मैं अपनी जीवन में एक बदलावट चाहता है, जैसे मैं जी रहा हूं जो अंधकार के अनुभव, उससे मेरे जीवन में एक छुटकारा चाहिए, इस तरीके से, इस दिल से, जो चाहत का दिल से जो व्यक्ति यीशु मसीह के पास आया, वो उस हर एक व्यक्ति को यीशु मसीह ने बदला है, उनको एक नया जीवन दिया है. ഇന്ന് രാത്രികാലവും അപ്രകാരം ഒരു പുതിയ ജീവന് വേണ്ടി, ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി, ഒരു ചെറിയ വ്യത്യാസത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് യേശുവിന് ചെയ്യുവാൻ കഴിയും. ആ യേശുവിന് ചെയ്യാൻ കഴിയുന്നത് വചനത്തിലൂടെ ഇന്ന് രാത്രികാലം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. अगर आप उस चाहत के साथ यहाँ बैठा है तो मैं ये विश्वास करता हूं, आज आपके बीच में बोलने वाला ये वचन के द्वारा मैं बिल्कुल विश्वास करता हूं आपके जीवन में एक बदलावट, एक हालेलुया, एक अंदर पहले जैसा नहीं, एक नया रीति शुरू होगा. ये मैं विश्वास करता हूं. आप भी विश्वास के साथ बैठिए. അങ്ങനെ വിശ്വാസത്തോടെ ദൈവസ്ഥനിലായിരിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന, എന്റെ ജീവിതത്തിൽ വചനത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ച് കരമുയർത്തി ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. ऐसा जो मैं चाहता हूं आज का वचन के द्वारा मेरे जीवन में एक बदलावट होए और मैं छुटकारा पाए, मैं आशीष पाए, मैं अनुग्रह पाए, मेरे दुख का कारण हट जाए, मैं दुख से खुशी में आ जाए, ऐसा जो चाह कर बैठने वाला अपने हाथ उठाकर एक बार और उठाकर प्रभु को धन्यवाद करते हुए अपने आप को प्रभु के चरणों में समर्पण करे. ആമേൻ. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്നു, നിങ്ങൾ മൈലുകൾക്കപ്പുറം ദൂരെ മറ്റൊരു സംസ്ഥാനത്തായിരിക്കുന്ന വിഷയമല്ല. കാരണം ഞാനോ നിങ്ങളോ എന്നുള്ളതല്ല, നമ്മുടെ അടുക്കൽ, നമ്മുടെ മധ്യത്തിൽ ആഗതനായിരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണ് ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കുന്നത്.
मैं इधर केरल में बैठकर प्रचार करता हूँ, यहाँ से 3000 किलोमीटर अलग अलग राज्यों में बैठा हुआ आप है, हालेलुया। आप कहाँ बैठा हुआ, मैं कहाँ बैठा है, उससे कोई मतलब नहीं है, क्योंकि मेरे अंदर का सामर्थ्य नहीं है। जहां 2 या 3 लोग मेरे नाम पर इकट्ठे होते, उनके बीच में मैं हूं। वही सर्वशक्तिमान की आत्मा आपके जीवन में अद्भुत कार्य करेगा, वही आत्मा आपको छुड़ाएगा, आपको नया बनाएगा। ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. आमीन, धन्यवाद पिताजी। അതുമായി ബന്ധപ്പെട്ട് ഒരു ചിന്ത ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞ് ഞാൻ യേശു ഭൂമിയിൽ ജീവിച്ച സമയത്ത് നടന്ന ഒരു വിഷയം വേദപുസ്തകത്തിൽ നിന്ന് ഓർപ്പിച്ചിട്ട് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. मैं आज उस यीशु मसीह धरती पर जब जीवित था, अपने द्वारा किया हुआ एक बात को मैं आपके सामने रहकर आपके लिए प्रार्थना करना चाहता हूँ। പലതരം മനസ്സോടുകൂടെ ആളുകൾ യേശുവിന്റെ സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നു. बहुत तेरे लोग अलग अलग मन के द्वारा ये धरती पर जीवित थे यीशु मसीह के समय पर। യേശുവിന്റെ അടുക്കൽ വന്ന ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശങ്ങളായിരുന്നു. यीशु मसीह के पास आया हुआ अलग अलग लोगों को अलग अलग इच्छा थे अपने जीवन में। എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആവശ്യബോധത്തോടെ എത്തുന്നവർ മാത്രമാണ് വിടുതലും അനുഗ്രഹവും പ്രാപിച്ചിട്ടുള്ളത്. लेकिन जो व्यक्ति पक्का मन के साथ मुझे छुटकारा चाहिए, मुझे ये जीवन में एक आशीष चाहिए करके जो व्यक्ति दिल से आया, उस व्यक्ति ही सिर्फ छुटकारा पाया है। മറ്റവരൊക്കെ യേശുവിന്റെ അടുക്കൽ നിന്ന് ലജ്ജിച്ചു പോയി എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. हम वचन जब गहराई से पढ़ते हैं वहां हम देख सकता है बाकी लोग लज्जित होकर चला गया करके लिख सकता है। ചില ആൾക്കാർക്ക് അന്നേരം ഒരു അത്ഭുതവും അന്നേരം ഒരു സന്തോഷവും ഉണ്ടായി എന്നുള്ളതല്ലാതെ നിലനിൽക്കുന്ന ഒരു സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. लेकिन हम देख सकता है कुछ लोगों को उस समय एक छुटकारा, थोड़ी देर रुकने वाला एक खुशियां उनके जीवन में हुई। എന്നാൽ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടത് ഇവിടെ തുടങ്ങി നിത്യത വരെ തുടരുന്ന, ദൈവത്തോടൊപ്പം വസിക്കുന്നത് വരെ തുടരുന്ന ഒരു ആനന്ദമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. लेकिन आज रात को हमको चाहिए, आज यहाँ आपका जीवन में जहां आप बैठा है वहां से शुरू होकर अनंत काल का जीवन प्रभु परमेश्वर के साथ और वास करने की जैसा वो उस तरीके का एक आशीष आज आपके जीवन में प्रभु देना चाहिए। അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ ഒരു വചനഭാഗം നിങ്ങളെ കാണിക്കുവാൻ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു. उसके लिए मैं एक वचन से आपको दिखाना चाहता हूँ। മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യം. मत्ती रचित सुसमाचार 12 अध्याय 22 से लेकर 24 तक पढ़ेंगे। 22 मुതൽ 24 वरे वाक्यങ്ങൾ മനസ്സിലാക്കാം, വായിക്കാം. सब लोग एक अंधे गूंगे को जिसमें दुष्ट आत्माएं थी उसके पास लाए और उसने उसे अच्छा किया और वो बोलने और देखने लगा। इस पर सब लोग चकित होकर कहने लगे, ये क्या दाऊद की संतान है? परंतु फारसियों ने यह सुनकर कहा, यह तो दुष्ट आत्माओं के सरदार बालजबूल की सहायता के बिना दुष्ट आत्माओं को नहीं निकालता। आमीन। മതി വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ വായിച്ച മോൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കും. ആമേൻ. ഈ വാക്യത്തിനകത്ത് 3 വാക്യങ്ങൾ 22, 23, 24 വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. यहाँ हम 22, 23, 24 वचन यहाँ पढ़ा है, मत्ती 12 अध्याय है। 3 വാക്യങ്ങളിൽ 3 കൂട്ടം ആളുകളെ കാണുവാൻ കഴിയും. ये तीनों वचनों में 3 तरीके के लोगों को हम देख सकते हैं। ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഉറപ്പായി മനസ്സിലാക്കുവാൻ വേണ്ടി പറയാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 22, 23, 24 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. हम लोग यहाँ पढ़े हैं मत्ती रचित सुसमाचार 12 अध्याय 22, 23, 24 वचन। 22-ാം വാക്യത്തിൽ ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാം, 23-ൽ കാണാം, 24 വേറൊരു കൂട്ടരെ കാണാം. हम 22वें वचन में एक तरीके का जुड़ को देख सकता है, 23वें में भी एक जुड़ को देख सकता है, 24वें वचन में भी एक जुड़ को हम देख सकते हैं। ഈ 3 കൂട്ടം ആൾക്കാർക്കും 3 തരത്തിലുള്ള മാനസികാവസ്ഥയാണ്. ये तीनों तरीके के लोगों को अलग अलग तरीके का मानसिक रीति है। ഒന്നാമത്തെ കൂട്ടർ മാത്രമേ ഉള്ളൂ ദൈവത്തിങ്കൽ നിന്ന് പൂർണ്ണമായ അനുഗ്രഹം പ്രാപിച്ചു പോയത്. इसमें सिर्फ जो 22वें वचन में जो बोला हुआ वही जुड़ है, बिल्कुल जो परमेश्वर से आशीष पाया है। രണ്ടാമത്തെ കൂട്ടർ അവിടെ വന്നു, സന്തോഷിച്ചു, തിരിച്ചുപോയി, അവരുടെ സന്തോഷം അവിടെ വെച്ച് അവസാനിച്ചു. दूसरी जो जुड़ है वो लोग आया, यीशु मसीह को देखा, हाय हेलो बोला, चुपचाप अपने घर की ओर चला गया। മൂന്നാമതൊരു കൂട്ടർ അവിടെ വന്നത് വിമർശിക്കുവാനും അതിനെതിരെ സംസാരിക്കുവാനും അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുവാനുമാണ് അവിടെ വന്നത്.
वहां तीसरे एक युग को हम देख सकते हैं 24वें वचन में, वो लोग इसलिए आया परमेश्वर की कार्यों को विरुद्ध बोले और प्रभु को वचनों को लोगों के सामने गिराने के लिए और उस तरीके का गलत लोगों को ठोकर मारने के लिए और परमेश्वर की वचन को बिल्कुल शून्य बनाने के लिए वहां आया है। ഈ 22-ാം വാക്യത്തിൽ തന്നെ ഉള്ള ആ ഒരു കൂട്ടത്തെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 22वें वचन में जो लिखा है उन लोगों को दो भाग करके हम बनाए। അവിടെ യേശുവിന്റെ അടുക്കലേക്ക് ഒരു രോഗിയായ മനുഷ്യനെ കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ കാണുവാൻ കഴിയും. वहां हम देख सकता है यीशु मसीह के पास एक बीमार व्यक्ति को लेके आते हुए हम देख सकते हैं। അവർ കൊണ്ടുവന്ന ആ വ്യക്തിയെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ കുരുടനായിരുന്നു, അവൻ ഊമനായിരുന്നു, അവൻ ഭൂതഗ്രസ്തനായിരുന്നു. उस व्यक्ति के बारे में लिखा है वो अंधे थे, गूंगे थे और दुष्टात्मा से भरे हुए व्यक्ति थे। അവൻ കുരുടനായിരുന്നു, അവന് കണ്ണ് കാണത്തില്ല, പരസഹായമില്ലാതെ അവന് സഞ്ചരിക്കുവാൻ കഴിയത്തില്ല. അവൻ ഊമനായിരുന്നു, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ പറയാൻ കഴിയത്തില്ല. അവൻ ഭൂതഗ്രസ്തനായിരുന്നു, അവൻ സ്വന്തമായി സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനോ സഞ്ചരിക്കുവാനോ അവന് കഴിയത്തില്ല. अंधे आदमी का मतलब है वो अपने आप को कुछ धरती का जो सुंदरता को नहीं देख सकता था। गूंगे का मतलब है हालेलुया उनके दिल में बहुत चाहत होते थे लेकिन वो बोल नहीं पाता था, लोगों को सामने प्रकट नहीं कर पाता था। दुष्टात्मा का भरपूर व्यक्ति का मतलब है ये हालेलुया वो व्यक्ति हालेलुया अपना जीवन की जो आसानी पर, क्योंकि उसको दुष्टात्मा घेरे थे, क्योंकि वो अपने आप कुछ कर नहीं सकता था, क्योंकि किसी आत्मा ने उसको बांध कर रखे थे। इस तरीके का एक व्यक्ति को है लोगों ने यीशु मसीह के पास लाया। അപ്പോൾ സൗഖ്യം ആവശ്യമുള്ള ഒരുവൻ വന്നു, അവന്റെ ആവശ്യവുമായി അവനെ സഹായിപ്പാൻ മറ്റൊരു കൂട്ടർ അവിടെ വരികയാണ്. एक व्यक्ति को जरूरत के लिए उसको मदद के लिए कुछ लोगों ने उनके पास आया। ഈ രണ്ട് രീതിയിലുള്ള മനസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് ഇന്ന് രാത്രികാലം ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. इस तरीके का एक दोनों लोगों को, एक है जरूरत, एक है आपका चाहत, ये दोनों एक साथ जब मिलेगा तब आपके जीवन में छुटकारा होगा। ഒന്നാമത്തെ ഈ കാര്യമായിട്ട് ഞാൻ പറയുന്നത് 22-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ഈ രണ്ട് തരത്തിലുള്ള മാനസികാവസ്ഥ ഉള്ളവരെയാണ് ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കുന്നത്. ഒന്നുകിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവസന്നിധി വരിക, രണ്ട് അവനവന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. एक है दूसरे प्रभु के चरणों में आए, दूसरा है हालेलुया अपनी जरूरतों को प्रभु के चरणों में रखे। ദേവദാസൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഈ രണ്ട് കൂട്ടത്തിലുള്ള ആളുകളുമുണ്ട്. ഒന്ന്, എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. മറ്റൊരു കൂട്ടര് കർത്താവിന്റെ വേലക്കാരാണ്. അവരുടെ ആഗ്രഹം എന്റെ ഗ്രാമത്തിൽ, എന്റെ ദേശത്ത് ചിലർ വിടുതൽ പ്രാപിക്കണം. मैं ये विश्वास करता हूं प्रभु का दास ने जैसे बोला, आज मुझे सुनने वाला लोग ये चाहता है हे प्रभु जी मेरे जीवन में एक छुटकारा मिले। दूसरा है वो लोग बैठे हैं पिताजी मुझको छुड़ाए और साथ साथ मेरे रिश्तेदारों को, मेरे गांव वालों को, मेरे पड़ोसियों को मैं छुड़ाए, वो हम लोग प्रभु की महिमा करने पाए। ഈ രണ്ട് രീതിയിലുള്ളവരെയും ദൈവം വിടുവിക്കുവാൻ കർത്താവിന്റെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ये दोनों तरीके के लोगों को छुटकारा देने के लिए परमेश्वर की आंख उनके आपकी मन की ओर लगे हुए हैं। എനിക്ക് കഴിവുണ്ട്, എനിക്ക് സാമർഥ്യമുണ്ട്, എനിക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്തിന് ഭൂമിയിലേക്ക് വന്നു, എന്റെ ജീവിതത്തിന് എവിടെയാണ് വിടുതലുണ്ട് എന്നുള്ള ആഗ്രഹത്തോടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നവരെ തേടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. प्रभु यीशु मसीह धरती पर आया, जो लोग चाहते हैं हे हालेलुया कंगालों को ढूंढ के प्रभु आया, बंदियों को ढूंढ के आया। मतलब आप अपने आप को मैं सब कुछ जानता हूं, मेरे पास धन है, दौलत है, शोर है, मैं घमंडी करके प्रभु के चरणों में ना बैठे, क्योंकि परमेश्वर वो लोगों को देखता है जो आत्मिक दरिद्र है। पिताजी मुझे नहीं मालूम आगे कैसे बढ़ना है, मेरे बच्चों के भविष्य के बारे में मुझे नहीं मालूम, मेरी जीवन के आगे की जीवन के बारे में मुझे अच्छे नहीं मालूम, पिताजी दया कर, दया कर। इस तरीके का चाहत रखने वाले के पास प्रभु आज उनको छुड़ाने के लिए आया है। ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്റെ അന്തരാത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു. मेरी अंदर आत्मा का सामर्थ्य मुझे ये अगुवाई कर रहा है। ये वचन सुन दे वक्त ही मुझे सुनने वाला लोग हालेलुया पवित्र आत्मा का सामर्थ्य के द्वारा आज रात को यही हालेलुया 8:30 बजे से पहले, मेरी वचन खत्म होने से पहले आपको जीवन में बहुत बड़ा छुटकारा होगा, इसमें कोई शक नहीं है।
ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിന് പ്രായാധിക്യമില്ല. ആ ദൈവത്തിന് സ്ഥലകാല വ്യത്യാസമില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേൽ പൂർണ്ണമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഈ 22-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. मैं आत्मा में ये प्रार्थना करता हूँ, हालेलुया। परमेश्वर के लिए बालक है, बुढ़े है, हालेलुया, गोरे है, काले है, धनी है, गरीबी है, आप छोटे जाति के बड़े जाति के करके परमेश्वर को कोई अंदर नहीं है। जो व्यक्ति प्रभु के सामने चाहत के साथ, पिताजी मुझे चाहिए, मुझे छुटकारा चाहिए, मैं चाहता हूँ आप उसी जैसा करने वाला है, उस जैसे मनोभाव के साथ पिता परमेश्वर है, मुझे अब छुड़ा सकता है करके जो मन के साथ आया हुआ कोई भी व्यक्ति हो, उस व्यक्ति को प्रभु आज रात को छुटकारा देगा, इसमें कोई संदेह नहीं है। ആമേൻ. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർ, എന്റെ ജീവിതത്തിൽ ദൈവം സ്പർശിക്കുന്നു എന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ ദൈവത്തിന് സ്തുതി അർപ്പിച്ചാട്ടെ. ये वचन सुनते वक्त सच में प्रभु मुझसे छू रहा है, मेरे दिल से बात कर रहा है, मुझे आज पक्का छुटकारा है, ये आज मेरा ही दिन है करके जो व्यक्ति मन के अंदर भावना रखा हुआ है, वो व्यक्ति कृपा करके अपने हाथ उठाकर सर्वशक्तिमान की ओर ऊंचा करे और उनको धन्यवाद करे। आमीन. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം വിടുതലുകൾ നൽകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 22-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത് മറന്നു പോകരുത്. ഒന്ന്, എനിക്ക് കാഴ്ചയില്ല കർത്താവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുറമേയുള്ള കണ്ണുകൾ, ഈ കണ്ണുകൾ മാത്രമല്ല, എന്റെ ദൈവമേ എനിക്ക് കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാനുള്ള കഴിവില്ല എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ദൈവശക്തനാണ്. ये 2200 वचन में मैं 3 बातों को आपको स्पष्ट रूप से कह दिया। एक है हालेलुया, पिताजी मैं अंधा हूं, मतलब है बाहर की आंख की बात नहीं, पिताजी जीवन में किस तरीके के कार्यों को करना है, मेरे बच्चों के भविष्य के बारे में, मेरे जीवन के बारे में, मेरा पत्नी के बारे में, मेरे शरीर के बारे में, क्या करूं क्या नहीं करूं करके पिताजी मुझे कुछ नहीं पता, आप ही है मेरा मालिक, मुझे अगुवाई करो। मैं बिल्कुल दुनिया का रीति से हो सकता है मेरी आंख देख रहा है, लेकिन मन की आंख मेरा बिल्कुल बंद है पिता। ആ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കും, നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ ദർശനങ്ങൾ നൽകും, പുതിയ ഉൾക്കാഴ്ചകൾ നൽകും. ഇവിടെ ദേവദാസൻ ഓർപ്പിച്ച പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാകട്ടെ, നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളാകട്ടെ, നിങ്ങൾ ഇവിടെ തുടങ്ങി നിത്യത വരെ തുടരുന്ന ഒരു ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ദൈവഹിതത്തിനകത്ത് നിങ്ങളെ ദൈവം നടത്തും. परमेश्वर की आत्मा जो व्यक्ति उस चाहत के जो अंधे मन की आंख बंद है, पिताजी मुझे पता नहीं आगे क्या होगा, ये कोविड बीमारी के बीच में मेरा भविष्य क्या होगा, आगे मेरे बच्चों का भविष्य क्या होगा, मुझे पता नहीं पिताजी, मैं पूर्ण रूप से समर्पण करता हूँ। वो परमेश्वर आज दिन में देखना आपके लिए एक नया दर्शन, नया हालेलुया रास्ता आपकी बच्चों की भविष्य के लिए, आपकी जीवन के लिए, आप जिसके लिए प्रार्थना करते हैं उस व्यक्ति के लिए एक नया जीवन को लेगा। यहाँ शुरू होकर इस धरती पर खत्म होने वाला नहीं, अनंत काल तक हालेलुया, जब तक सर्व में सर्वशक्ति के पास जब पहुंचते हैं तब तक का एक जीवन आपके लिए प्रभु खोलने वाला है। രണ്ടാമത്തെ കാര്യം നമ്മൾ അവിടെ കാണുന്നത്, ഈ മനുഷ്യൻ ഊമനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ പലർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഹൃദയത്തിനകത്ത് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഹൃദയത്തിനകത്ത് ഒത്തിരി താല്പര്യങ്ങളുണ്ട്. എന്നാൽ അത് എവിടെ പറയണം, എങ്ങനെ സാധിക്കണമെന്ന് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ അറിയുന്നില്ലായിരിക്കും. दूसरी बात है, गूंगे थे वो व्यक्ति, मतलब है दिल के अंदर बहुत चाहत रखा है, बहुत आग्रह रखा है, मेरे घर को इस तरीके से बनाएंगे, मेरे मम्मी को मम्मी बहुत परेशानी में, मैं मेरे मम्मी के साथ ऐसा करेंगे, पापा के साथ ऐसा करेंगे, मेरे बच्चों को इस भविष्य करेंगे, बहुत तेरे आग्रह रखा है, लेकिन बाहर नहीं प्रकट कर पा रहा। आपकी परिस्थिति इस तरीके का है, आप अपने जीवन को सबके सामने हालेलुया धरती के सामने कर नहीं पा रहे। कुछ एक बंधन है जो आपको हालेलुया उस आपकी जीवन की चाहत को प्रकट करने के लिए रुकावट करने वाला जैसे गूंगे व्यक्ति थे। അതുപോലെ കുഞ്ഞുങ്ങളായിരിക്കുന്നവരോ യുവജനങ്ങളോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടാകാം, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേൾക്കുന്നവരുണ്ടാകാം, ദൈവമേ എന്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഇത് എന്റെ പപ്പയോടോ എന്റെ മമ്മിയോടോ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇല്ല, ഞാൻ അവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം, അവർക്ക് എന്നെ സഹായിക്കാനുള്ള ശക്തി ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ യേശു ലോകത്തിൽ വന്ന് പരിചയപ്പെടുത്തിയത് ഒരു പപ്പയാണ്, ഒരു വലിയ കരുതുന്ന ദൈവത്തെയാണ്, ഒരു സ്ത്രീ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു വലിയ ദൈവത്തെയാണ് കർത്താവ് ഭൂമിയിൽ വന്ന് വെളിപ്പെടുത്തി. आप मेरे को सुनने वाला युवक लोग होगा, बच्चे लोग होगा,
आप सोच रहे होगा मेरी मम्मी गरीब है, मेरा पापा गरीब है, मेरे भविष्य बस इतना ही है, बाकी गांवों के लोग जैसा ही है। लेकिन आज आप अपनी मन को बदलिए, आप अपनी चिंताओं को बदलिए। आपको जिसकी आप उपासना कर रहे हो वो सर्वशक्तिमान पापा है, वो सर्वव्यापी पापा है, वो सर्वज्ञानी है। आपकी जीवन की हर एक जरूरत को हालेलुया जो आप दिल में सोचता है उसको पूरा करने के लिए आपके पास, आपकी करीब हालेलुया हाथ पकड़कर चलाने वाला एक पापा के पास आप आया है। आप चिंता मत करो, जिस तरीके से आप सोच रहा है उस तरीके से आपके साथ नहीं होगा। हालेलुया दुनिया जो नहीं देखा, जो नहीं सोचा, जो कभी हालेलुया कर नहीं सकता, उससे बढ़कर हालेलुया आज तो जो पापा नहीं कर पाया वो सर्वशक्तिमान पापा आपकी मां की कोख में को जन्म देने से पहले आपको जाना हुआ पापा आपको करेगा। आप उस पर भरोसा रखिए। മറ്റു ചിലരെങ്കിലും ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നുണ്ടാകാം, ദൈവമേ എനിക്ക് മാതാവോ പിതാവോ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കാലത്ത് എന്നെ കരുത്തുകയും ഒരു കാലത്ത് എന്നെ നടത്തുകയും ഒരു കാലത്ത് എന്നെ ഈ നിലവാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത എന്റെ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാകാം. എനിക്കറിയില്ല, എന്റെ മനസ്സിൽ അങ്ങനെ പറയുന്നു. എന്നാൽ ഞാൻ ഇന്ന് രാത്രികാലം പറയട്ടെ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ, ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഉയരത്തിൽ ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും അന്തമില്ലാത്ത, നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയുന്ന ഒരു വലിയ പിതാവ് ജീവനോടുണ്ട്. हालेलुया कुछ बच्चे लोग यहाँ आज बैठा है, मेरे बात सुनने वाला, आपको मदद करने के लिए धरती पर एक माँ नहीं, एक पिता नहीं है। आप सोच रहे होगा आहा मेरे को एक पिता होता, एक माता होता जो मेरे जीवन की जरूरत को पूरा करता। लेकिन आज मैं आपको बताता हूं हालेलुया एक माँ अपने बच्चे को भूल सकता है, लेकिन स्वर्गीय पिता जिसको आप उपासना कर रहा है, जिसको आप अपने पिता महान करके माना है, वो पिता धरती का हर एक माता पिता का जीवन में हालेलुया एक जगह है, वहां तक की आपकी मदद कर सकता है। लेकिन अनंत काल तक वो सर्वशक्तिमान परमेश्वर आपकी मदद करेगा, आपकी जीवन को बाकी बच्चों से जिसको अच्छे अच्छे पिता माता होता है उससे बढ़कर आपके लिए कार्य करने वाला एक पिता है, ये आप पक्का जानिए। ഈ മത്തായി സുവിശേഷം 12-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കാണുന്ന ഈ ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ മനുഷ്യന്റെ മൂന്നാമത്തെ കാര്യം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അവന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വമുണ്ട്, അവനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവൻ ഭൂമിയിൽ മറ്റുള്ള മനുഷ്യരെ പോലെ ജനിച്ചവനാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തോടെ അവന് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവന്റെ സ്വാതന്ത്ര്യത്തിനപ്പുറം നിയന്ത്രിക്കുന്ന ഒരു ശക്തി അവന്റെ മേൽ ഇപ്പോൾ വസിക്കുകയാണ്. हालेलुया हम देख सकते हैं तीसरी बात है वो व्यक्ति दुष्टात्मा से भरे हुए, वो अपने जीवन में हालेलुया बहुत बड़ा आसानी से घूमना चाहता है, लेकिन वो व्यक्ति घूम नहीं सकता क्योंकि उनकी व्यक्तिगत जीवन को एकदम बांध कर रखा हुआ एक दुष्टात्मा है। वो कुछ भी कार्य हालेलुया अपने आप नहीं कर सकता क्योंकि हालेलुया ये दुष्टात्मा उसको करने नहीं देता, क्योंकि अपनी सही मन से वो कार्य नहीं कर सकता, क्योंकि हालेलुया उसको घेर कर रखा है, उसको शत्रु ने दुष्ट आत्मा ने बांध कर रखा है, आगे बढ़ने से बांध कर रखा हुआ है ये व्यक्ति को। അവന്റെ സ്വതന്ത്രമായുള്ള ചലനത്തെ, സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഗമനത്തെ, അവന് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി ചെയ്തെടുക്കുവാനുള്ള കഴിവിനെ ഇപ്പോൾ ശത്രു ബന്ധിച്ചിരിക്കുകയാണ്. उसके जीवन में हालेलुया वो अपना बुद्धि से हालेलुया व्यक्तिगत रीति से कोई काम नहीं कर सकता क्योंकि हालेलुया उसको बांध कर रखा हुआ है। वो उनकी आजादी को वो दुष्ट आत्मा ने बांध कर रखा है, वो कार्य नहीं कर पा रहा है क्योंकि उसको घुमा रहा है। वो चाहता है स्कूल जाओ लेकिन वो स्कूल नहीं जा पाता, कॉलेज जाओ कॉलेज नहीं जा पाता, गांजा ना पियो गांजा पिला देते हैं, चरस ना खाओ गंदे चीजों को खाओ ना पियो, लेकिन उसको जबरदस्ती उससे वो सब करा है, उसको दुष्ट आत्मा से घेरे हुए है। കൊടുത്തിരിക്കുന്ന വ്യക്തിത്വം അവർക്ക് ഒന്നുകൂടെ പറയണേ, നെറ്റിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒന്നുകൂടെ പറയണേ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലോ ഇതുപോലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട
അവരുടെ സ്വന്തം ജീവിതത്തിന്റെ പ്രാപ്തിക്കനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ചിലരെങ്കിലും നിങ്ങൾ ഓർമ്മ വരുന്നുണ്ടാകും. आज रात को परमेश्वर की आत्मा मुझे बता रहा है कि हम बैठा हुआ कुछ लोग हो सकता है आपने जिसके लिए प्रार्थना कर रहा है ऐसा कुछ लोग इसी जैसा अपना जीवन की व्यक्तिगत जीवन का विचारों को अपनी आजादी को किस ठीक तरीके से अपने जीवन की उन्नति के लिए अपनी भविष्य को एक सक्सेसफुल लाइफ नहीं बना पाता, ऐसा कोई भी लोग आज यहाँ बैठा है तो प्रभु उनको छुड़ाना चाहता है. നമ്മളിവിടെ വായിച്ച ഈ വാക്യത്തിലുള്ള ഈ മനുഷ്യന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? आज देखो, आज जिसके बारे में हमने यहाँ पढ़ा है उस व्यक्ति को कोई परेशानी है क्या? आप देख पा रहे हो? ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. ബൈബിൾ ഉള്ളവർ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. जो लोगों के पास परमेश्वर का पवित्र वचन है वो 2200 वचन एक बार और पढ़कर देखो. मत्ती 12 वहां क्या लिखा है, पढ़िए. 12:22 मत्ताई 12:22. सब लोग एक अंधे गूंगे को जिसमें दुष्ट आत्माएं थी उसके पास लाए और उसने उसे अच्छा किया और वे बोलने और देखने लगा. आमीन. മതി. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ അവന് സ്വതന്ത്രമായിട്ട് മറ്റുള്ളവരുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകണം, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ സ്വന്തമായിട്ട് നടന്നു പോകുന്നത് പോലെ പോകാനുള്ള കഴിവ് ഇവന് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റു ചിലർ ഇവനെ അവന്റെ അടുക്കൽ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ട വന്നത്. वहां थोड़ा गहराई से जब हम वचन पढ़ते हैं हम देख सकता है वो व्यक्ति अंधे थे जरूर, गूंगे थे जरूर, लेकिन वो चाहने से यीशु मसीह के पास एक बार मुझे जाएगा तो चंगा मिलेगा करके अगर वो चाहने से भी वो नहीं जा सकता था, इसलिए कुछ लोगों ने उसको लेकर यीशु मसीह के पास आया. ഇവിടെ നമ്മുടെ ഒരു ദൗത്യം ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, നാം ചെയ്യേണ്ട ഒരു കാര്യം ഓർപ്പിക്കുന്നത്, യേശു സൗഖ്യം വരുത്തുന്നവനാണ്, യേശുവിന് വിടുതൽ നൽകാൻ കഴിയും, യേശു ഭൂതത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തരായിരിക്കുകയല്ല. ഈ ദിവസങ്ങളിൽ ചിലരെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. हालेलुया. यहाँ से प्रभु हमको ये संदेश देता है, हालेलुया, मैं तो ठीक हूँ, मैं तो अच्छे हूँ, मैं तो प्रभु में बैठ रहा हूँ. आप चुपचाप घर में बैठने वाला अकेला नहीं, आपको जो हालेलुया जो कुछ भी आपके जीवन में आशीष है, जो कुछ भी बरकतें हैं वो आप दूसरे को वो मिलने पाए, उसको भी यीशु मसीह के पास लाने के लिए आपको हालेलुया कार्य करना है. यही प्रभु आपके द्वारा चाहता है. ഈ രാത്രികാലം ഈ ഒരു സന്ദേശം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ദൗത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എനിക്ക് വിടുതൽ തന്നെങ്കിൽ ഞാൻ എന്നിലൂടെ ചിലരൂടെ വിടുവിക്കപ്പെടണം. आज रात को ये वचन के द्वारा आप फैसला कीजिए, यदि प्रभु ने मेरे जीवन में छुटकारा दिया है तो मेरे जीवन के द्वारा बहुत तेरे लोग ये संसार में अंधकार में हालेलुया गूंगे है, अंधे है और अपने जीवन में दुष्ट आत्मा से घेरे हुए हैं, ऐसा कुछ लोगों को मैं ये प्रभु यीशु मसीह के पास लाने के लिए कार्य करूंगा करके लोग हालेलुया आज प्रभु के सामने शपथ लीजिए. അതുകൊണ്ടാണ് യേശു കർത്താവ് നമുക്ക് യേശുവിന്റെ മക്കളായി തീരുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, യേശുവിന്റെ അനുഗാമികളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. इसलिए प्रभु ने ये परमेश्वर का संतान होने का जो अधिकार है बिल्कुल आसान तरीके से हर एक व्यक्ति को दिया. ഇന്ന് രാത്രികാലം ഈ ഒരു ദൗത്യം കൂടെ ഏറ്റെടുക്കുവാനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം അല്ല പ്രവർത്തിക്കുന്നത്, നാം പ്രവർത്തിക്കുന്നു, ദൈവം അത്ഭുതം ചെയ്യുന്നു. हालेलुया. आज रात को ये एक मिशन को, एक बात को अपना जीवन का दृढ़ निश्चय में आप लेगा, मेरे जैसा मैं जैसे छुड़ाया उसी जैसा दूसरे को भी मैं छुड़ाना चाहता हूं. ये जो हालेलुया दौत्य को अगर आप अपने जीवन में अगर लेता हो तो प्रभु आपको बहुत प्यार करता है. ഇവിടെ അവരെന്ത് ചെയ്തു? അവർ യേശുവിന്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നു. यहाँ देखो कुछ लोग इस तरीके के व्यक्ति को यीशु मसीह के पास लाया. യേശുവിന്റെ അടുക്കൽ എത്തുന്നത് വരെ അവനെ അവർ സംരക്ഷിച്ച് സുരക്ഷിതത്വത്തോടെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് ഉറപ്പാക്കി. हालेलुया. यीशु मसीह के पास उसको लाने तक
वो लोग देखो बिल्कुल उनको इधर उधर ना भागे, ये थोड़ा सा दुष्टात्मा से घेरे है, अंधा व्यक्ति है, ये बोल नहीं सकता, कहीं चले जाएगा, लेकिन वो लोग उनकी सुरक्षितत्व को बिल्कुल वो किया, दृढ़ निश्चय किया, यस ये यीशु के पास आ गया। വേദപുസ്തകത്തിൽ മറ്റ് ചില വ്യക്തികളെ കാണാൻ കഴിയും. തന്നെത്താൻ സഞ്ചരിക്കുവാൻ നടക്കുവാൻ കഴിവുള്ള ചില പ്രിയപ്പെട്ടവർ തങ്ങളുടെ ആവശ്യവുമായിട്ട് ഒറ്റയ്ക്ക് യേശുവിന്റെ അടുക്കൽ വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. यीशु मसीह के पास हम कुछ लोग जो आते हुए हम बाइबल में पढ़ सकता है, जो लोग अपने जीवन का इच्छा के अनुसार आया हुआ कुछ लोग. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് യേശുവിന്റെ അടുക്കൽ വരുവാൻ കഴിയും. അപ്പോൾ തന്നെ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ നമുക്ക് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുവാനും കഴിയും. हम खुद यीशु मसीह के पास आ सकता है. इसी समय हमारे द्वारा बहुत तेरे लोगों को यीशु मसीह के पास आप ला सकता है. ഇനിയും യേശു അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവിടെ എന്താ ചെയ്തത് എന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാം ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. 2200 वचन में हम दूसरी भाग में यह देख सकता है, हालेलुया, यीशु मसीह ने उसे अच्छा किया और वह गूंगा बोलने और देखने लगा. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ആദ്യം പറഞ്ഞ ഭാഗം പറയട്ടെ. യേശുവിന്റെ അടുക്കൽ ആവശ്യബോധത്തോടെ വന്നാൽ, കരച്ചിലോടെ വന്നാൽ, അല്ലെങ്കിൽ ആവശ്യമുള്ളവനെ കൊണ്ടുവന്നാൽ ഒരിക്കലും വെറുതെ മടങ്ങിപ്പോകേണ്ട വരത്തില്ല. പൂർണ്ണമായ വിടുതൽ ദൈവം തന്നെ മടക്കി അയക്കുക. मैं एक बात उस वचन में रहकर बोलता हूं, जो व्यक्ति दृढ़ निश्चय का मुझे जरूरत है कर आशा के साथ, हालेलुया, इच्छा के साथ, जरूरत के बातों के साथ जो व्यक्ति आता है, प्रभु उस व्यक्ति को पक्का छुटकारा देगा. ഇന്ന് രാത്രികാലം ആവശ്യബോധത്തോടെ ഈ രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവകണ്ണുകളിലേക്ക് നിങ്ങളുടെ കണ്ണുയർത്തുമ്പോൾ ഒരു വലിയ വിടുതൽ, ഒരു വലിയ സൗഖ്യം യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. आप जरूरत के आशा के साथ अगर प्रभु की ओर अपनी आंखों को ऊंचा करेगा तो जरूर आज रात को आपका जीवन का छुटकारा है. 23-24 വാക്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങളോട് ഓർപ്പിച്ചിട്ട് രണ്ട് തരം ആൾക്കാരെ കൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് സമാപ്തി കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. 23 और 24 वचन में दो तरीके के लोगों को मैं दिखाकर मैं वचन को समाप्त करूंगा. 23-ാം വാക്യത്തിൽ വിസ്മയിക്കുന്ന, സംശയിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണുവാൻ കഴിയും. हालेलुया, 23 वचन में हम देख सकता है बड़ा शंका के साथ यीशु की ओर देखने वाला कुछ लोग. അവരുടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാണണം, കേൾക്കണം, അതിനെക്കുറിച്ച് വിലയിരുത്തണം. ചിലപ്പോൾ അവർ സംശയമുള്ളവരായിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. वहां हम देख सकता है चकित लोग लिखा है, चकित किया हुआ, वो लोगों का जीवन में इतना ही आशा है, हमको नया चीज देखना है, और कोई नया चीज देखना है तो उसके बारे में कुड़कुड़ापन करना, इधर उधर गलत बात कहना है, विरुद्ध बात कहना है, बस इतना ही है. ഒരു പക്ഷെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ഡിവൈസിന്റെ നിങ്ങളുടെ ഫോണിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ചുറ്റുപാടുള്ളവരോ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഓ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല, എന്തിനാ ഇതിനൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയോ സംശയത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്യുന്നവരുണ്ടാകാം. हाँ, हो सकता है कंप्यूटर के सामने, मोबाइल के सामने आप बैठकर ये सुन रहा है, ये देख रहा है, तब आपकी पड़ोसी लोग, आपके घर के अंदर ही कुछ लोग आपको बोलेगा क्या जरूरत है और कोई काम नहीं है, जाओ वो कह लो, ये कह लो, या वो करो, ये करो करके आपको डांटने वाले लोग आपको निरुत्साह करने वाला मिलेगा. എന്നാൽ അവരുടെ വാക്കുകളല്ല നമ്മുടെ ജീവിതത്തിൽ കേൾക്കേണ്ടത്. നമുക്ക് കേൾക്കേണ്ടത് ഒറ്റ ശബ്ദമേ ഉള്ളൂ, എനിക്ക് യേശുവിൽ നിന്ന് കേൾക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. आपको निरुत्साह बोलने वाला लोगों को बातों को आप ना सुनिए, बस मुझे छुटकारा पाना है, बस मुझे चंगा पाना है, बस मेरे को यीशु के साथ चलना है, यही आशा आप रखिए. ഞാൻ അതിനെ ഇങ്ങനെ പറയട്ടെ, മറ്റുള്ളവരോട് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇല്ല, പക്ഷെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി, ഇന്ന് പകൽ, ഇന്ന് ഈ വചന ധ്യാനത്തിൽ, ഈ വചന വായനയിൽ, ഈ ആരാധനയിൽ എനിക്കൊരു വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. बाकी लोग कुछ भी बोले ना बोले, उससे आपको कोई चिंता करने की जरूरत नहीं है. आप चुपचाप अपने हृदय बोले, लोग विश्वास करे ना करे, लेकिन मैं पूर्ण रूप से प्रभु पर विश्वास करता हूं, वो मेरे जीवन में छुटकारा देगा, वो मुझे आशीष करेगा, वो मुझे शांति देगा. 24-ാം വാക്യത്തിൽ കാണുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അവരുടെ പേര് പരീശന്മാരെന്നാണ്. 24 वचन में कुछ लोगों के बारे में लिखा है, वो फरीसी लोग करके नामक है. യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു കൂട്ടം മതഭ്രാന്തന്മാരായ ആളുകളായിരുന്നു പരീശന്മാർ.
यीशु मसीह के समय पर होना, जो धार्मिक धर्म के बारे में बड़ा खोज करने वाला को थोड़ा पागल टाइप का लोग थे ये। അവര് പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ അറിയുന്നതിലും വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല, ഇത് ദൈവികമല്ല, ഇത് ബെൽസബൂലിനെ കൊണ്ടാണ് അല്ലെങ്കിൽ പിശാചിനെ കൊണ്ടാണ് ഇവൻ ഈ സൗഖ്യമൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. वो लोग ये बोला, इतना बड़ा चमत्कारी देखने के बाद भी वो लोग बोला देखो ये सब झूठे हैं, ये ऐसा कुछ नहीं है, वो नहीं है, ये नहीं है, ये सब शैतान का, बड़े शैतान से ये कार्य करा रहा है बोल रहा है। ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരു വശമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോ നമ്മുടെ ദേശത്തോ നമ്മുടെ രാജ്യത്തോ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിലോ ഉണ്ടാകാം. आपके जीवन में जो मिला आश्वासन को विरुद्ध बोलने वाला, आपके जीवन में जो अद्भुतकारी हो उसके विरुद्ध में बोलने वाला, आपकी मन की शांति को जो मिला उसके विरुद्ध बोलने वाला बहुतेरे धार्मिक पागलों को आप देख सकता है। എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കോട്ടെ, അവരേത് നിലയിലും പൊക്കോട്ടെ, അവരെ സ്നേഹിക്കുവാൻ, അവരെ കർത്താവിങ്കിലേക്ക്, കർത്താവെ നീ ആകർഷിക്കണമേ എന്ന് പറയുവാൻ മാത്രമേ നമുക്ക് ദൈവവചനം അനുവാദം തരുന്നു. परमेश्वर का वचन उन लोगों के लिए इतनी अनुमति आपको देता है, वो लोग कुछ भी बोले प्रभु जी, वो लोग भी आज प्रभु में आने पाए आज या कल, लेकिन जो मैंने जो पाया हुआ शांति, जो मैंने पाया हुआ छुटकारा, जो मैंने पाया हुआ चंगाई उनके जीवन में आने पाए, इतना ही प्रार्थना करने का अनुमति है आपके जीवन में। ഇന്ന് രാത്രികാലം ഈ ചിന്തകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചു നിർത്തട്ടെ. मैं आज ये वचन यहाँ समाप्त कर रहा हूँ। मैं शुरू से जो बोला हुआ उसका संक्षिप्त रूप में आपके सामने रखना चाहता हूँ। മൂന്ന് തരത്തിലുള്ള ആളുകൾ യേശുവിന് ചുറ്റുപാടുമുള്ളതിന്റെ ഉണ്ടായിരുന്നതിന്റെ ഒരു വചന ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. 3 तरीके का जुड़ का लोग यीशु मसीह के समीप हमेशा होता थे, उसी जैसा एक वचन हमने पढ़ा है। ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് യേശുവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, ദൈവമഹത്വം കാണുവാൻ താല്പര്യപ്പെട്ടവർ. पहला जुड़ का लोग है प्रभु से कुछ पाने के लिए, छुटकारा पाने के लिए, चंगाई पाने के लिए, शांति पाने के लिए, जीवन में आशीष पाने के लिए लोग होते थे। രണ്ടാമത്തെ കൂട്ടര് താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടി, എങ്ങനെയെങ്കിലും സമയം കളയേണ്ടതിന് വേണ്ടി, ഒരു വിസ്മയത്തിന് വേണ്ടി, ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് സംശയത്തിലാകുന്നതിന് വേണ്ടി നടക്കുന്ന ആളുകൾ. कुछ लोग हैं जो चकित हुए हैं, कुछ एक बातों को सताती रीति से प्रभु आपस में हालेलुया टट्टा करने की जैसा बात करके अपने समय को बिताने वाला कुछ लोग थे। മൂന്നാമത്തെ കൂട്ടര് ഞങ്ങൾ അറിയുന്നതിനപ്പുറം ഒന്നുമില്ല, ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട, ബാക്കിയെല്ലാം പൈശാചികമാണെന്ന് ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. जुड़कर लोग हैं जो हम विश्वास करते हैं, हम धार्मिक पुरोहित लोग हैं, जो याजक लोग हैं, हम बोलने के ऊपर कुछ नहीं है, ये धरती पर जो कुछ भी हो रहा है ये सब झूठ है बोलकर मनुष्यों को परमेश्वर से दूर रखने वाला लोग है। എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് രാത്രികാലം ഏത് കൂട്ടത്തിലായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? आज रात को मैं आपसे पूछना चाहता हूँ, ये 3 जुड़ों में आप कौन सी जुड़ के साथ रहने के लिए चाहते हैं? ഏത് സമൂഹത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രികാലമാകാനാണ് നിങ്ങൾ कौन ആഗ്രഹിക്കുന്നത്? सी समूह की भाग आप बनना चाहते हो? ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, മൂന്നാമത്തെയാണോ? पहला लोग है जो आशीष पाने वाला, दूसरा लोग है जो टट्टा करने वाला, तीसरा लोग है जो परमेश्वर का विरुद्ध बोलने वाला। ആ ഏത് കൂട്ടത്തിലാണ് ഈ രാത്രി നമ്മൾ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? आप इसमें से कौन सी जुड़ के साथ, कौन सी समूह में आप रहना चाहते हो? ഞാൻ നിങ്ങളെ ഇന്ന് രാത്രികാലം ക്ഷണിക്കുന്നത്, ലോകത്തിൽ എന്ത് സംഭവിക്കട്ടെ, ചുറ്റുപാടുമുള്ളവർ എന്തും പറയട്ടെ, എനിക്ക് എന്റെ യേശുവിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് എന്റെ യേശുവിന്റെ സ്പർശനം അനുഭവിക്കണം. അത് നിങ്ങൾ ആഗ്രഹിക്കുക. आज मैं रात को आपको कहना चाहता हूँ, दुनिया के लोग कुछ भी कहे, कुछ भी बोले, लेकिन मुझे यीशु की आवाज को सुनना है, मुझे यीशु के साथ चलना है, उनकी शांति को पाना है, उनकी चंगाई को पाना है, उनकी छुटकारे को पाना है, उनकी नाम को ऊंचा करना है। കർത്താവേ, എനിക്ക് അത് മാത്രമേ ആഗ്രഹമുള്ളൂ, ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിന്നെ എനിക്ക് കാണണം, നിന്നിൽ നിന്ന് എനിക്ക് കേൾക്കണം, അങ്ങയുടെ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കണം. जी प्रभु जी, मैं उसके अलावा आपको देखना चाहता हूँ, आपके संग चलना चाहता हूँ, आपसे सुनना चाहता हूँ, उसके अलावा ये धरती पर मुझे कुछ नहीं चाहिए। ഈ മനുഷ്യന് 3 വിധത്തിൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുവാനിടയായി. ये व्यक्ति 3 तरीके से बांधा हुआ व्यक्ति था। അവന്റെ പുറമേയുള്ള കണ്ണുകൾ അന്ധമായിരുന്നു. उसके बाहर की आंख अंधे थे। നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ തുറന്നിരിക്കുന്നെങ്കിലും പല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ഇന്നും ഇല്ലാത്ത അന്ധത നമ്മുടെ ജീവിതത്തിലുണ്ട്. हमारी बाहर की आंख हो सकता है खुले है, लेकिन आपकी अंदर की आंख बंद है, क्योंकि बहुत सारे चीजों के बारे में हम लोग बिल्कुल कुछ नहीं जानते।
നമ്മുടെ പുറമേയുള്ള നാവുകൾ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ അറിയാമെങ്കിലും എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എന്ത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പറയണമെന്നുള്ള അറിവില്ലാത്ത പരിമിതികൾ, ഊമരായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. वो दूसरे स्वभाव गूंगे व्यक्ति थे, हम लोग बाहर से जबान से बहुत कुछ हम बक बोलते हैं, लेकिन क्या बोलना है, कहां बोलना है, कब बोलना है, किस रीति से बोलना है और किस तरीके से उससे बोलकर अपने जीवन को बिताना है करके हम नहीं जानते, हम सीमाओं में बांधा हुआ है. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, അവൻ പൈശാചികനാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നത് കൊണ്ട് അവന് നടക്കുന്നുണ്ട്, അവൻ ചെയ്യുന്നുണ്ട്, അവൻ പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെങ്കിൽ പോകേണ്ടിടത്ത് പോകുന്നില്ല, വരേണ്ടിടത്ത് വരുന്നില്ല. സ്വന്തം സ്വാതന്ത്ര്യം ദൈവഹിത പ്രകാരം ഉപയോഗിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ. तीसरी बात है, वो दुष्टात्मा से भरे हुए थे. वो व्यक्ति अपना मर्जी से कहीं नहीं जा सकता था, कहीं नहीं उड़ सकता था, कहीं अपने कार्यों को नहीं कर सकता था. आज भी हम लोग भी उसी जैसा है, अपनी मर्जी की चीजों को ना कर पाता थे. क्या करना है, मुझे आगे कैसे बढ़ना है, किस तरीके से मेरे जीवन में आशीष पाना है, इसके बारे में आप बिल्कुल नहीं जानते हैं. ഇന്ന് രാത്രികാലം ഈ അനുഭവങ്ങൾ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. आज रात को इस अनुभव के साथ जो व्यक्ति है, उन व्यक्तियों के लिए मैं प्रार्थना करना चाहता हूं. ഈ ശുശ്രൂഷയുടെ തുടർന്നുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ചെയ്യുമെന്നാൽ അതിനു മുമ്പേ വചനം പറഞ്ഞ വചനം കൽപ്പിച്ച് ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. आगे सेवक उनका दास करेगा, लेकिन उससे पहले ये जो मेरे मुंह से प्रभु ने दिया हुआ वचन को हालेलुया हुकूमत कर मैं आप लोगों के लिए प्रार्थना करना चाहता हूं. വചനം ജീവനുള്ള വചനമാണ്. परमेश्वर का वचन जीवित है. വചനം അത്ഭുതം പ്രവർത്തിക്കുന്ന വചനമാണ്. परमेश्वर का वचन चमत्कारी कार्य करता है. വചനം സൗഖ്യമാക്കുന്ന വചനമാണ്. परमेश्वर का वचन चंगाई देता है. വചനം ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന വചനമാണ്. परमेश्वर का वचन हालेलुया अंदर की आंखों को खोलता है. വചനം ആ നാവിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന വചനമാണ്. परमेश्वर का वचन जबान को खोलता है. വചനം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവഹിത പ്രകാരം നമ്മളെ നയിക്കുന്ന വചനമാണ്. परमेश्वर का वचन परमेश्वर की अगुवाई के द्वारा हमको चलाता है. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. आज रात को सब लोग मिलकर हालेलुया प्रार्थना करें. ഈ വചനം ഇന്ന് കേട്ട ഈ അല്പനിമിഷം, ഈ 45 മിനിറ്റോളം കേട്ട വചനപ്രകാരം എനിക്ക് അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ടെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിങ്ങളുടെ വരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. आज रात को ये 45 मिनट से ज्यादा सुना हुआ ये वचन आप चाहता है मेरे जीवन में छुटकारा मिले. मैं चाहता हूं प्रभु जी मेरे रिश्तेदारों में जिसका विषय में प्रार्थना कर उस व्यक्ति को छुटकारा मिले. पिताजी अगर आप उस तरीके से चाहता तो आप अपने हाथ को ऊपर करके हम प्रार्थना करने जा रहा है. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. हम एक साथ मिलकर प्रार्थना करने जा रहा है. ഈ വചനം ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ये वचन को मैं आज्ञा देकर प्रार्थना करता हूं. ഈ വചനം അത്ഭുത വചനമായി മാറട്ടെ. ये वचन बड़े चमत्कारी का वचन होने पाए. യേശുവിന്റെ അടുക്കൽ വന്ന കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ അതേ ശക്തി ഇന്ന് രാത്രികാലം കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. यीशु मसीह के पास आया गूंगे और अंधे और दुष्टात्मा से भरे हुए व्यक्ति को जैसे चमकारी करके चंगा किया, वही सामर्थ्य ये वचन के द्वारा इसी समय कार्य करने पाए. ഈ ജനങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ, അവരുടെ ചുറ്റുപാടുകളിൽ, അവരുടെ ഗ്രാമങ്ങളിൽ ഈ വചനം ഇന്ന് രാത്രി അത്ഭുതമായി പരിണമിക്കട്ടെ. ये जो सुनने वाला उनकी घर के अंदर, उनकी हालेलुया जीवन की अलग अलग महल में, उनके परिस्थिति में ये वचन कार्य करने के लिए हम प्रार्थना करते पिताजी. അതുപോലെ തന്നെ കർത്താവേ, ഇവർ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇറങ്ങി തിരിച്ച് അവർ ചുവട് വെക്കുമ്പോൾ അവരുടെ സന്തോഷത്തെ കെടുത്തുന്ന ചുറ്റുപാടുമുള്ള ഏത് കൂട്ടങ്ങളാണെങ്കിലും അതിനെ ജയിക്കുവാൻ വിമർശിക്കുന്നവരാകട്ടെ, സംശയിക്കുന്നവരാകട്ടെ, വിസ്മയിക്കുന്നവരാകട്ടെ, അവരെ കർത്താവേ ഹാലലൂയ നിരുത്സാഹപ്പെടുത്തുന്നവരാകട്ടെ, ആ പ്രകാരമുള്ള സാഹചര്യങ്ങളുടെ മേൽ ഈ രാത്രി ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. परमेश्वर ये लोग प्रभु के लिए निकला हुआ, इनको निरुत्साह करने वाला हर एक शक्तियों को, चाहे उनको पीछे करने वाला, चाहे परमेश्वर का विरुद्ध बोलकर उनकी मन को मनोबलों को कम करने वाला हर एक शक्ति को हम दूर करके आपकी अद्भुत वचन उनकी जीवन में हम देते हैं पिताजी. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുതം ഇന്ന് രാത്രി സംഭവിക്കട്ടെ. यीशु मसीह की नाम की चमत्कारी ये वचन के द्वारा एक एक लोगों का जीवन में होने पाए.
യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. यीशु मसीह का पुनरुत्थान का शक्ति एक एक लोगों का जीवन में कार्य करने पाए. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. यीशु मसीह की पवित्र नाम में हम हुक्म देकर प्रार्थना करते हैं. ഹല്ലേലൂയ. ദൈവം വിടുതൽ നൽകുന്നതിനായി സ്തോത്രം. प्रभु जी आपने छुटकारा दिया, धन्यवाद. കർത്താവേ, അടുത്ത ദിവസങ്ങളിൽ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. पिताजी आगे दिनों में बड़े अच्छे गवाहियों को आप सुनाने जा रहा है, धन्यवाद. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. पिताजी हमको एक साथ आपने आशीष किया, धन्यवाद. യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह की पवित्र नाम में आमीन. ആമേൻ. आमीन. കർത്താവിന്റെ ദാസന് നന്ദി അറിയിക്കുന്നു. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. आज मुझे सुनने वाला हर एक लोगों को, प्रभु दास को मैं धन्यवाद करता हूँ. सबको जय मसीह. थैंक यू पास्टर जी. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം വളരെ സ്പഷ്ടമായി ജനത്തിന് ആവശ്യമായ ഏറ്റവും നല്ല വചനം പറഞ്ഞു തന്നെ കർത്താവിന്റെ ദാസനെ ഞങ്ങളെ അനുഗ്രഹിച്ച് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ അവിടുത്തെ മിനിസ്ട്രിയെയും കർത്താവ് ധാരാളമായി സമയങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. പ്രഭു ദാസ് के लिए प्रभु ब्रजेश पास्टर प्रार्थना करेंगे.